ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് നമ്മൾ കുറച്ച് കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് UK വേഴ്സസ് USA ആണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം UK നമ്മൾ കാർ വാങ്ങുമ്പോൾ ഉള്ള കാര്യം പറയാം. ഓക്കെ, അപ്പം നമ്മൾ UK നമ്മളൊരു കാർ വാങ്ങുമ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂ കാർ ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ ആണെങ്കിലും നമ്മൾ ഈ നമ്പർ പ്ലേറ്റ്, ആ കാറിന് ഒരു നമ്പർ പ്ലേറ്റ് കാണുമല്ലോ, അതോടുകൂടിയാണ് നമ്മൾ വാങ്ങുന്നത്. അതായത് ഇപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു പ്രീവിയസ് ഓണർ കാണുമല്ലോ, ആ ആളുടെ നമ്പർ നമ്മളിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് UK കാർ വാങ്ങുമ്പോൾ നമ്പർ പ്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ പോകുന്നത്. പക്ഷെ അത് US ആവുമ്പോൾ നമ്പർ പ്ലേറ്റ് അങ്ങനെ പോകത്തില്ല. അതായത് ഇപ്പം ഞാനൊരു കാറ് വാങ്ങുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാറ് വാങ്ങുന്നെങ്കിൽ അത് പുതിയ ഒരു നമ്പർ പ്ലേറ്റ് ആയിരിക്കും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്യേണ്ടത്. അത് ടാക്സ് ഓഫീസിൽ പോയിട്ടാണ് നമുക്ക് ഈ നമ്പർ പ്ലേറ്റ് കിട്ടുക. ഇപ്പം ഞാൻ ഫ്ലോറിഡ സ്റ്റേറ്റിൻ്റെ എസ്പെഷ്യലി അതാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ UK പറയുമ്പോൾ ഞാൻ ഇംഗ്ലണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ ഫ്ലോറിഡയിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 3 നമ്പർ പ്ലേറ്റ്സ് ആണ് ഉള്ളത്. ലൈക്ക് ബേസിക് ആയിട്ടുള്ളത് ഒന്ന് സൺഷൈൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിക്ചർ ഇടുന്നുണ്ട്. പിന്നെ ഇൻ ഗോഡ് വി ട്രസ്റ്റ്. പിന്നെ ഒരു കൗണ്ടിയുടെ, നമ്മൾ ഏത് കൗണ്ടിയിലാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൗണ്ടിയുടെ, അപ്പം നമ്മൾ ഏത് താമസിക്കുന്ന ആ ടാക്സ് ഓഫീസ് അവിടെ പോയിട്ടാണ്, ലോക്കൽ ടാക്സ് കളക്ടർ ഓഫീസിൽ പോയിട്ടാണ് നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മേടിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം, നമ്മുടെ നമ്പർ പ്ലേറ്റ്സ് പേഴ്സണലൈസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലോറിഡയിലാണെങ്കിൽ നമുക്ക് പേഴ്സണലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി ഇയർ നമ്മളൊരു $15 എക്സ്ട്രാ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ ചിലപ്പോൾ ചില ഓർഗനൈസേഷൻസ്, ചില കോളേജസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിലിറ്ററിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ നമ്പർ പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അടുത്ത കാർ ഞാൻ മേടിക്കുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നില്ല. എൻ്റെ നമ്പർ പ്ലേറ്റ് അടുത്ത കാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം എന്നെ പോലീസ് പിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫുൾ ഹിസ്റ്ററി അവർക്ക് കിട്ടും. ഞാൻ കാർ മേടിച്ചപ്പോൾ മുതൽ അതുവരെയുള്ള ഹിസ്റ്ററി അതിനകത്തുണ്ടാവും. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കാറിൻ്റെ ഇൻഷുറൻസ് ഇപ്പം തീർന്നെന്ന് വെച്ചോ, ഇൻഷുറൻസ് തീർന്നു, പക്ഷെ നമ്മൾ ആ കാർ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ നമ്പർ പ്ലേറ്റ് ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോയി അത് സ്റ്റോളനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് സ്റ്റിൽ റെസ്പോൺസിബിൾ ആവുന്നല്ലോ. അപ്പം നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് ക്യാൻസൽ ആയി പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്യുന്നില്ല, നമ്മൾ ആ നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല. ഒരു പോയിന്റിൽ നമ്മൾ ഇനിയിപ്പം ഞാൻ ഇനി ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ നമ്പർ പ്ലേറ്റ് അത് ഡിസ്പോസ് ചെയ്യണം. ലൈക്ക് ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ അത് അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ നമ്മൾ മോട്ടോർ വെഹിക്കിൾ സർവീസ് സെന്ററിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് കളക്ടർ ഓഫീസിൽ കൊടുക്കുക. പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് മേടിച്ച് നമ്മുടെ കയ്യിൽ വെക്കണം. അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് നമ്മളത് റിട്ടേൺ ചെയ്തു എന്നുള്ള പ്രൂഫ് നമുക്ക് വേണം. അതായത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ആ നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് US നമ്പർ പ്ലേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ. അതേസമയം ഇംഗ്ലണ്ടിൽ UK നമ്മൾ നമ്പർ പ്ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ കാറും നമ്മൾ ഇത് വിൽക്കുമ്പോഴും അടുത്ത ഓണറിലേക്കാണ് അത് പോകുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ്സ് UK നമുക്ക് പറ്റും. അതിന് എക്സ്പെൻസീവ് ആണ് പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ്. അത് ചിലപ്പോൾ ഒരു £500 മുതൽ ചിലപ്പം £5,000, ഈവൻ റെയർ ആയിട്ടുള്ള നമ്പേഴ്സിന് നമ്പർ പ്ലേറ്റ്സ് കിട്ടാനായിട്ട് 100,000 വരെ വരും എന്നൊക്കെയാണ് പറയുന്നത്. UK നമുക്ക് നമ്മളൊരു പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ആ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് വേറൊരാളുടെ പേരിലേക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ വേറൊരാൾക്ക് എൻ്റെ ഫാമിലിയിലുള്ള വേറൊരാൾക്കോ അല്ലെങ്കിൽ ഞാനത് കൊടുക്കുമ്പോൾ വേറൊരാൾക്കോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ US നമുക്കതങ്ങനെ അങ്ങനെ പറ്റത്തില്ല. കാറ് മേടിക്കാൻ പോയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ UK വേഴ്സസ് USA പറയുകയാണെങ്കിൽ UK ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ നമ്മൾ കാണുന്ന ആളെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് അത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ആദ്യം പോയത് എനിക്ക് എൻ്റെ ലൈസൻസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാനായിട്ടാണ് പോയത്. കാരണം നമുക്ക് ലൈസൻസ് കിട്ടിയ ഉടനെ തന്നെ പുതിയ കാർ ഓടിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ സ്റ്റാഫ് നമ്മളെ മീൻസ് 2 കാർസും കാണിച്ചു തന്നു, ന്യൂ കാറും കാണിച്ചു തന്നു. പക്ഷെ വളരെ എന്താ പറയുക, ഒത്തിരി നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. കാരണം അവർ നമുക്കെല്ലാം കമ്പയർ ചെയ്ത് ഇതിന് വരികയാണെങ്കിൽ ടാക്സ് എത്രയാണ് ഇതെല്ലാം പറഞ്ഞ് പിന്നെ പുതിയ കാറിൻ്റെ അതിൻ്റെ ഫീച്ചേഴ്സും ഇതെല്ലാം തന്ന് എനിവേ സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോയ ഞങ്ങൾ പുതിയ കാറ് മേടിച്ചു. കാരണം അത്ര നല്ല സർവീസായിരുന്നു. ആ കാറിൻ്റെ ഫീച്ചറും ഇതെല്ലാം നമുക്ക് ഓരോന്നും അവർ ഡിസ്പ്ലേ ചെയ്ത് എല്ലാ കാര്യങ്ങളും കാണിച്ച് വളരെ എന്താ പറയുക ക്ഷമയോടുകൂടി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതും പലതവണ കാർ മേടിക്കാൻ പോയപ്പോഴും എനിക്ക് പൊതുവേ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നമ്മൾ കാർ മേടിക്കാൻ പോയാൽ അത് നമ്മൾ പുതിയ കാർ മേടിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് പോയതാണ്. അന്ന് കാർ മേടിക്കാൻ പോയി കഴിഞ്ഞപ്പം ലൈക്ക് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UK വെച്ചിട്ട് എല്ലാം ഡീൽ ചെയ്ത് ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ത്രൂ ഔട്ട് നമ്മൾ വന്നപ്പോൾ മുതൽ നമ്മൾ ബില്ല് ചെയ്ത് വരുന്ന വരെ ഒരാൾ തന്നെയാണ് ഫുള്ളും ഡീൽ ചെയ്ത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് US വന്നപ്പം ഇതിനകത്ത് പല സെക്ഷനിൽ ഒരു കാര്യത്തിന് ഒരു സെക്ഷൻ, പിന്നെ ഇൻഷുറൻസിൻ്റെ ഇതിന് വേറെ സെക്ഷൻ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി അത്ര എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലൈക്ക് യുഎസിലെ വർക്ക് എൻവയോൺമെൻറ്റും UK വർക്ക് എൻവയോൺമെൻറ്റും വെച്ച് നോക്കുമ്പം ഒരുപക്ഷെ അതിൻ്റെ ആയിരിക്കും എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് UK കുറച്ചുകൂടി വർക്ക് എൻവയോൺമെൻറ്റ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. US കുറച്ചുകൂടി സ്ട്രെസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും തന്നെ മിക്ക ജോബ്സിനും തന്നെ ഒരു ടാർഗറ്റ് കാണും. ലൈക്ക് ഇത്ര നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ഇത്ര മീറ്റ് ചെയ്യണം, അത് മിക്ക ജോബിനും കാണും. അപ്പം അതായത് ആ സമയത്തിന് ഇത്ര സമയത്തിനകം അവർ മീറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ അത് മീറ്റ് ചെയ്യുന്നവരെ വർക്ക് ചെയ്യണം, അങ്ങനത്തെയൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് മിക്ക വർക്കിനും ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ടുകൂടി ആയിരിക്കാം എനിക്ക് നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അടുത്ത കസ്റ്റമറിലേക്കുള്ള അടുത്ത കസ്റ്റമറിനെ കിട്ടിയാൽ അവർക്ക് അവരുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് കസ്റ്റമർ സർവീസ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് UK ഒരുപക്ഷെ ഇവിടുത്തെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു ഡിഫറൻസും കൊണ്ടായിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കാം. അപ്പം ഇനിയും ഉണ്ട് കാറിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട്. അതൊക്കെ ഇനി കാറിൻ്റെ മാത്രമല്ല UK വേഴ്സസ് USA ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പം നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ പുതിയ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.